അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മസാല. ഇത് ഒരുപാട് ആളുകൾ സ്കൂളത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് അതിൻ്റെ ഫില്ലിങ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിലത്തെ ഒരു ഡിഷാട്ടോ ഈ കാണിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി കൊടുക്കുക, കടുക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ ചെറുതാക്കി പൊടിയരിഞ്ഞതോ ചേർത്ത് നന്നായിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. സവാളയും ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മളെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ഒന്ന് പുഴുങ്ങി വെക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ പുഴുങ്ങി വെച്ച പച്ചക്കറികളൊന്ന് കാണിച്ചു തരാം. ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രോക്കലി കേട്ടോ. ഇത്രയുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് ആവി കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട വെജിറ്റബിൾസ്. പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് നന്നായിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അതിക്ക് കൂടുതൽ മസാലകളൊന്നും ചേർക്കരുത്, കാരണം കുട്ടികൾക്ക് കൊടുത്തേക്കല്ലതല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടില്ല മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പെപ്പറും പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകവും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മളെ വെജിറ്റബിൾ ഞാനൊന്ന് ക്രഷറിലിട്ടുങ്ങാണ്ട് ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഫില്ലിങ് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് കട്ട്ലേറ്റ് പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അടിപൊളി മസാലയാണ് കേട്ടോ. ഇനിയൊന്നുമില്ല, ദോശൻ്റെ മാവിലേക്ക് നമുക്കിത് എന്ത് ചെയ്യാനുള്ളൂ, ഫില്ല് ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ സ്കൂളിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ആട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ആളുകൾ ചോദിക്കുക, അതെങ്ങനെയാണ് ഫില്ലിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫില്ലിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ.